ശിവരഹസ്യ കാണ്ഡം, അതിൽ സംഭവകാണ്ഡം എന്ന ഭാഗമാണ് ഈ സ്കന്ദപുരാണത്തിൽ നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്തർഷികളുടെ നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ടാണ് തൻ്റെ പുത്രിയായിട്ടുള്ള പാർവതിയെ ഹിമവാനും മേനാദേവിയും ശ്രീപരമേശ്വരന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് നിശ്ചയിക്കുകയും പിന്നീട് അതിനുള്ള ഒരുക്കങ്ങളെയെല്ലാം ചെയ്യുകയാണ്. അപ്പം അതിനായിട്ടൊരു വിവാഹ മണ്ഡപം തന്നെ തയ്യാറാക്കി എന്നാണ്. വളരെ വിസ്തരിച്ചിട്ടാണ് ആ മണ്ഡപ രചന വർണ്ണനമൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു വരുത്തുക, ആ മണ്ഡപം എങ്ങനെയൊക്കെയാണ് അലങ്കരിക്കേണ്ടത് എന്നൊക്കെ നിർദ്ദേശിച്ചു. വസ്ത്രമാല്യങ്ങളെ കൊണ്ട് അലങ്കരിച്ചു. ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ് തന്നെയാണ് വിചിത്രമായിട്ടുള്ള മണ്ഡപത്തെ തയ്യാറാക്കിയത്. പ്രാസാദങ്ങളും ജലാശയങ്ങളുമൊക്കെ ചേർന്നതായ വലിയ ഒരു മണ്ഡപമാണ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പ്രതിഷ്ഠിത വധുവായിട്ടുള്ള പാർവതിയെ, ശ്രീപാർവതിയെ അലങ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടതായ എല്ലാ ദിവ്യമാല്യങ്ങളെ കൊണ്ടുവരിക. ആദ്യം തന്നെ അഭ്യംഗ സ്നാനം ചെയ്യിപ്പിച്ചു എന്നാണ്. വിവാഹത്തിന് മുൻപ് തൈലം തേപ്പിച്ചിട്ട് സ്നാനം ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം കാണാം. അങ്ങനെ ആ അഭ്യംഗ സ്നാനം ചെയ്യിപ്പിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ശംഖം, ദുന്ദുഭി, മൃദംഗം ഇങ്ങനെയുള്ള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി അഭ്യംഗസ്നാനം ചെയ്തിട്ട് ഉഷ്ണജലം കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുക. ശാലീചൂർണങ്ങളെ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഈ ശരീരത്തിലെ എണ്ണ, തൈലം തേച്ചു കഴിഞ്ഞാൽ അത് കഴുകിക്കളയാനായിട്ട് ശാലീചൂർണങ്ങൾ എന്നാണ്. ഇന്നൊക്കെ നമ്മൾ അതിന് ആധുനികമായ ഉപായങ്ങളെ ആണ് എടുക്കുക എങ്കിൽ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ചൂർണങ്ങളാണ്. ചെറുപയറിൻ്റെ പൊടിയാവും, കടല പൊടിയാവും, അങ്ങനെയുള്ള നിശാധൂളി, ശാലീചൂർണം. അപ്പം അതൊക്കെ തേച്ച് കുളിക്കുക. പിന്നീട് സുഗന്ധപൂർണമായിട്ടുള്ള ജലം കൊണ്ട് സ്നാനം ചെയ്യുക. ഗംഗായമുന പോലെയുള്ള സപ്തനദികളുടെയും തീർത്ഥത്തെ കൊണ്ടുവന്ന് അതുകൊണ്ട് സ്നാനം ചെയ്യുക. ചതുസ്സമുദ്രജലം കൊണ്ട് സ്നാനം ചെയ്യുക. ഋഷിപത്നിമാരായിട്ടുള്ള അതിഥി, ദിതി, സുവർണ, സുരസ, സ്വാഹ, സ്വധ, അനസൂയ, ഗാർഗി, അരുന്ധതി തുടങ്ങിയിട്ടുള്ളവരൊക്കെ അവിടെ എത്തി ഈ പാർവതിയെ ഒരുക്കുവാനായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിവാഹത്തിന് മുന്നോടിയായി ഒരു ചരട്, പട്ടുനൂല് കൊണ്ടുള്ള ഒരു രക്ഷയെ ബന്ധിക്കുക, അതും ചിലയിടങ്ങളിൽ സമ്പ്രദായമായിട്ട് കാണാം. ഇങ്ങനെ എല്ലാ ആഭരണങ്ങളോടും കൂടി, അലങ്കാരത്തോടുകൂടി ആണ് പാർവതിയെ അണിയിച്ചൊരുക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞു. പിന്നീട് വിവാഹത്തിന് വേണ്ടിയിട്ട് ആ ശ്രീപരമേശ്വരനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഹിമവാൻ തന്നെ. എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു, ഒരുക്കങ്ങളൊക്കെ ആയി. എന്നിരുന്നാലും ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ക്ഷണം, അതിനു വേണ്ടിയിട്ട് ഹിമവാൻ തന്നെ ഭഗവാന്റെ അടുത്ത് എത്തിയെന്നാണ്. മഹാദേവന്റെ അടുത്ത് എത്തി. എന്നിട്ടാണ് ക്ഷണിക്കുന്നത് എന്നാണ്. അങ്ങേന്റെ പുത്രി ആയിട്ടുള്ള പാർവതിയെ സ്വീകരിച്ചാലും സ്വീകരിക്കണം, അതിനായിട്ട് എഴുന്നള്ളിയാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ക്ഷണിക്കുകയും സ്തുതിക്കുകയും ചെയ്തത്. അഹൂയതീയതേ കന്യ വിവാഹേ ബ്രാഹ്മ ഇത്യത ഉത്തരായണ മാർഗേണ ഭാനോ സത്വമതാരയൽ പ്രണമ്യ സന്നിധൗ തസ്മൈ വ്യജിബൽ ദഗാധിഭ
ഭഗവാൻ നന്ദികേശാന പ്രാർത്ഥനേശ മമ പ്രഭോ തം പ്രാപയത് അഗാധീശം ജഗദീശാന്തികം ക്ഷണാൽ തത്രാദി രുദ്രധനുഷം ആസീതം പരമാസനെ പ്രണമ്യ പരയാ ഭക്ത്യ പ്രാസ്തൗഷി സ്തുതിമീശ്വരം. സകല ജഗത്തിനും ഈശ്വരനായിട്ടുള്ള നാഥനായിട്ടുള്ള അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. സർവകാമങ്ങളെയും പ്രദാനം ചെയ്യുന്ന അവിടുന്ന്, അവിടുത്തെ മുൻപിൽ ഞാൻ അർത്ഥിയായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്റെ മനോരഥത്തെ സാധിപ്പിച്ചാലും. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഹിമവാനോട്, ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് തുഭ്യം ഇച്ഛാമ്യഹം കന്യാം മദീയാം ദാതുമീശ്വര പ്രതിഗ്രാഹണ താമാദ്യ ശുപ്രാതർ ദിവിഷത് ഗണൈ. അവിടുന്ന് എന്റെ കന്യക എന്റെ പുത്രിയെ സ്വീകരിച്ചാലും പാർവതിയെ സ്വീകരിച്ചാലും ദേവന്മാരോടുകൂടി മഹർഷിമാരോടുകൂടി ആ ഓഷധിപ്രസ്ഥത്തിലെത്തി എന്റെ പുരത്തിൽ വന്ന് സ്വീകരിച്ചാലും എന്നിങ്ങനെ ഔപചാരികമായിട്ടുള്ളൊരു ക്ഷണം അത് നടത്തിയ ശേഷം ഹിമവാൻ അവിടുന്ന് മടങ്ങുന്നു ഭഗവാന്റെ അനുമതിയോടുകൂടി. അപ്പോഴേക്കും ആ ശ്രീപരമേശ്വരൻ നന്ദികേശ്വരനെ വിളിച്ചിട്ട് നിയോഗിക്കുകയാണ് എല്ലാ ദേവന്മാരെയും. അതുപോലെ ഗണനാഥന്മാരുണ്ട്, ഗണാഗ്രണികൾ, ശിവഗണങ്ങൾ തന്നെ പലതുണ്ട്. ഓരോ ഗണത്തിനും ഒരു പ്രധാനി ഉണ്ടാവും, ഗണനാഥനുണ്ടാവും. അതാണ് ഈ ഭൃങ്കിരിടി, നന്ദികേശ്വരൻ. പലരും ഈ ഗണങ്ങളുടെ ചുമതലയുള്ളവരാണ്. ഓരോ ഗണത്തിൻ്റെയും ആ ഒരു ഗണത്തിൽ തന്നെ അനേകം പേരുണ്ടാവും. അപ്പോൾ ഗണനാഥന്മാരെയൊക്കെ അറിയിക്കുക. അങ്ങനെ നന്ദികേശ്വരൻ വേഗം തന്നെ ഗണനാഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. ദിക്പാലകന്മാർ, ഏകാദശരുദ്രന്മാർ, ദ്വാദശാദിത്യന്മാർ, അഷ്ടവസുക്കൾ, വിശ്വേദേവന്മാർ അവരൊക്കെ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. അതുപോലെ ബ്രഹ്മാദി ദേവന്മാർ, ഭഗവാൻ മഹാവിഷ്ണു, അഷ്ടമഹാനാഗങ്ങൾ, അനന്തൻ, വാസുകി, കാർക്കോടകൻ, കമ്പളൻ, തക്ഷകൻ, ശംഖപാലൻ, മഹാപത്മൻ തുടങ്ങിയിട്ടുള്ള നാഗങ്ങളും സർപ്പങ്ങളുമൊക്കെ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാവരെയും ആ വിവാഹത്തിനായിട്ട് ക്ഷണിച്ച് വരുത്തി. അപ്പൊ ശിവഗണങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ഓരോ ഗണത്തിന്റെയും അധിപനായിട്ട് ആരൊക്കെയാണ്, അവരോടൊപ്പം എത്രയധികം സൈന്യങ്ങളാണുള്ളത് എന്നൊക്കെ ഇവിടെ ഒരു വർണ്ണന ചെയ്തിട്ടുണ്ട്. മഹാകേശൻ, വീരപർവതകൻ, പിപ്പലൻ, സന്താനൻ, മഹാബലൻ, പൂർണ്ണഭദ്രൻ, ചതുർവക്രൻ, ഇങ്ങനെ അനേകം ഗണനാഥന്മാരുണ്ട്. അവരുടെ ഒക്കെ തന്നെ ഒപ്പം കൂടെ അനേകം ഗണങ്ങളുമുണ്ട്. അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നു കൈലാസത്തിൽ. അതിനുശേഷം രുദ്രന്മാരൊക്കെ ഏകാദശരുദ്രന്മാരാണ് എന്നാണ്. ആ ഏകാദശരുദ്രന്മാരെത്തിച്ചേരണു. അവരുടെ സംഖ്യ ഇപ്പൊ 11 എന്നൊരു സംഖ്യ പറഞ്ഞാലും ആ രുദ്രഗണങ്ങൾ അനേകമാണ്. ആ രുദ്രന്മാർ ലോകത്തിലെ മുഴുവനും വ്യാപരിച്ചിരിക്കുന്നവരാണ്. എല്ലാവരും ശിവസ്വരൂപികളാണ്, ത്രിനേത്രന്മാരാണ്. അങ്ങനെയുള്ള ആ രുദ്രരൂപികളെല്ലാം അവിടെ എത്തിച്ചേരുന്നു. ദേവിമാർ, ദേവപത്നിമാരായിട്ടുള്ളവർ, അതിഥി, ദിതി, ധനു, കദ്രു, സരമ, സിദ്ധി, വിനത, ദുർഗ, സ്വാഹ, സ്വധ, വേദമാതാവായിട്ടുള്ള സാവിത്രി ദേവി, ദക്ഷിണ, ബുദ്ധി, സരസ്വതി, നാരായണി, ഈശാനി, അങ്ങനെയുള്ള ദേവിമാരൊക്കെ അവിടെ എത്തിച്ചേർന്നു. ഗരുഡൻ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ,